ഹായ് ഗൈസ്, മഴത്തോരു മുമ്പേ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയെ ഓർമ്മയുണ്ടോ എന്ന ബാലചന്ദ്രന്റെ ചോദ്യത്തിന് സ്റ്റാൻലി ജോസഫ് ചോദിക്കുന്നത്, ഇതൊക്കെ ഇപ്പൊ എന്തിനാ എന്നോട് ഇവിടെ വന്ന് പറയുന്നത്? അതെല്ലാം എൻ്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, നിങ്ങളുമായി അതെന്താ ബന്ധം എന്നൊക്കെ. അതിന് ബാലചന്ദ്രൻ പറയുന്നത്, ബന്ധമുണ്ട്, അല്ലാതെ വെറുതെ ഒരാൾ പാലായിൽ നിന്നും ഇത്ര ദൂരം നിങ്ങളെ അന്വേഷിച്ചു വരില്ലല്ലോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ വൈജയുടെ 24 വർഷം മുമ്പത്തെ കഥ മുഴുവൻ വിളമ്പുന്നുണ്ട്. അതിൽ വൈജ ആദ്യം പ്രസവിച്ച പെൺകുട്ടിയെ ഉപേക്ഷിച്ചതും അവൾ അമ്മയെ അന്വേഷിച്ച് വൈജയുടെ അടുത്തെത്തിയതും വൈജ വീണ്ടും വിവാഹം കഴിച്ച് അതിൽ 3 കുട്ടികൾ ഉണ്ടെന്നും ആദ്യത്തെ മകളെ വളരെ ക്രൂരമായും മാനസികമായും വേദനിപ്പിക്കുന്നതും ആ കുട്ടിയെ ചൊല്ലി വീട്ടിലുണ്ടായ പ്രശ്നങ്ങളും ഇപ്പോഴും ആ 24 വയസ്സുള്ള പെൺകുട്ടി വൈജയുടെയും സ്റ്റാൻലിയുടെയും ചോരയിലുണ്ടായ ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അപ്പോഴും വൈജ രണ്ടാമത് കല്യാണം കഴിച്ച ആളാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന ഒരു സൂചന പോലും നൽകിയില്ല ബാലചന്ദ്രൻ. ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ സ്റ്റാൻലി ജോസഫ് ശരിക്കും ഞെട്ടിപ്പോയി. അതേസമയം വീട്ടിൽ മക്കളെല്ലാവരും അച്ഛനെയും കാത്തിരിക്കുന്നു. അലീനയ്ക്കാണെങ്കിൽ തന്നെ സുരക്ഷിതമായ ആരുടെയോ കൈകളിൽ എത്തിക്കാനാണ് ബാലചന്ദ്രൻ പോയത് എന്ന് വ്യക്തമായി അറിയാനുമുണ്ട്. അങ്ങനെ മണിക്കൂറുകളോളം ബാലചന്ദ്രനെയും കാത്ത് പുറത്ത് ഗോവർദ്ധനും നിൽക്കുന്നു. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. ഇനി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.